BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് സാന്ദ്ര തോമസിനെ പുറത്താക്കിയ നടപടിക്ക് സ്റ്റേ. സാന്ദ്ര തോമസിന്റെ അംഗത്വം റദ്ദാക്കിയ നടപടി എറണാകുളം സബ് കോടതിയാണ് സ്റ്റേ ചെയ്തത്. അന്തിമ ഉത്തരവ് വരും വരെ സാന്ദ്രയ്ക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അംഗമായി തുടരാം. സാന്ദ്ര തോമസ് നൽകിയ ഉപഹർജിയിലാണ് സബ് കോടതിയുടെ ഉത്തരവ്. തന്നെ പുറത്താക്കിയ നടപടി ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സാന്ദ്ര എറണാകുളം സബ് കോടതിയെ സമീപിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ നിർമ്മാതാക്കളുടെ സംഘടനയെ സാന്ദ്ര രൂക്ഷമായി വിമർശിച്ചിരുന്നു. സിനിമയുടെ തർക്കപരിഹാരവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ലൈംഗിക അധിക്ഷേപം നേരിട്ടെന്ന സാന്ദ്രയുടെ പരാതിയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തു. പിന്നാലെയാണ് സംഘടനയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി സാന്ദ്രയെ പുറത്താക്കിയത്. വിശദീകരണം നൽകാതെയാണ് പുറത്താക്കിയതെന്ന് വിഷയത്തിൽ കോടതി ഇടപെടണമെന്നും സാന്ദ്ര തോമസ് ഹർജിയിൽ പറയുന്നു. മണ്ണുത്തി മുതൽ ദേശീയപാതയുടെ പലയിടങ്ങളിലും വികസനം നടക്കുന്നുണ്ടെങ്കിലും കറുകുട്ടി മുതൽ അങ്കമാലി ഭാഗത്തെ അവഗണിക്കുന്നു. തൃശൂർ ജില്ലയിൽ ഒട്ടേറെയിടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുകയാണ്. അവിടെ കാനകൾ ഉൾപ്പെടെയുള്ളവയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അശാസ്ത്രീയ നിർമ്മാണങ്ങൾ ഉൾപ്പെടെയുള്ളവയാൽ അപകടങ്ങളേറിയ അങ്കമാലി ഭാഗത്ത് യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളുമില്ല. അങ്കമാലി മേഖലയിൽ എല്ലാ ദിവസവും അപകടങ്ങൾ നടക്കുന്ന കരയാമ്പറമ്പ് ജംഗ്ഷനും സമീപ പ്രദേശങ്ങളും വികസിപ്പിക്കണമെന്ന ആവശ്യം ഇതുവരെ പരിഗണിച്ചിട്ടില്ല. ജംഗ്ഷൻ വികസനത്തിനായി സ്ഥലം ഏറ്റെടുത്തിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. കറുകുട്ടി മുതൽ കരയാമ്പറമ്പ് വരെ റോഡിന്റെ ഒരു വശത്ത് തെരുവ് വിളക്കുകളില്ല. വിളക്കുകാലുകൾ സ്ഥാപിക്കാനായി കോൺക്രീറ്റ് തറ നിർമ്മിച്ചു. വിളക്കുകാൽ മീഡിയനിൽ കിടന്ന് പുല്ലുമൂടി. കറുകുട്ടി മുതൽ അങ്കമാലി വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലെയും കാന ഉപയോഗശൂന്യമായിരിക്കുകയാണ്. ഈ കാനകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും നടപടികളില്ല. കറുകുട്ടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. എളവൂർ കവലയിൽ സർവീസ് റോഡിൽ വെള്ളം പോകുന്നതിനാൽ മണിയംകുഴി തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള ഗതാഗതം മുടങ്ങാറുണ്ട്. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിൽ കറുകുട്ടി മുതൽ കോതകുളങ്ങര വരെ നടന്ന അപകടങ്ങളിൽ ഒട്ടേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഈ ഭാഗത്തെ അശാസ്ത്രീയ റോഡ് നിർമ്മാണവും തെരുവ് വിളക്കുകൾ ഇല്ലാത്തതും യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമാണ് കാരണം. തിരക്കേറിയ കരയാമ്പറമ്പ് സിഗ്നൽ ജംഗ്ഷൻ പുതുതായി സ്ഥാപിച്ചിട്ടുള്ള സിഗ്നൽ ലൈറ്റുകൾ തൃശൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് അടുത്തു വരുമ്പോൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ദേശീയപാത അതോറിറ്റി കരയാമ്പറമ്പ് ജംഗ്ഷനിൽ റോഡ് നിർമ്മാണത്തിന് പുറമെ ജംഗ്ഷൻ വികസനത്തിന് ഇരുവശവും 100 മീറ്റർ നീളത്തിലും 5 മീറ്റർ വീതിയിലും സ്ഥലം ഏറ്റെടുത്തു. ഇത്രമാത്രം അപകടങ്ങൾ നടക്കുന്ന ഈ ജംഗ്ഷനിൽ ഇരുവശത്തും സ്റ്റോറേജ് ലൈൻ സ്ഥാപിച്ചിട്ടില്ല. ഹൈവേയിൽ ചിലയിടങ്ങളിൽ മീഡിയന് 4 മീറ്റർ വരെ വീതിയുണ്ടെങ്കിലും കരയാമ്പറമ്പ് സിഗ്നൽ ജംഗ്ഷനിൽ 1 മീറ്റർ മാത്രമാണ് മീഡിയന്റെ വീതി. കരയാമ്പറമ്പ് പാലത്തിന്റെ അനുബന്ധ റോഡിന്റെ കരിങ്കൽ കെട്ട് 15 മീറ്ററോളം നീളത്തിൽ ഇടിഞ്ഞു പോയത് മണൽ ചാക്കിട്ട് നികത്തി മണ്ണിട്ട് മൂടിയതല്ലാതെ കോൺക്രീറ്റ് ചെയ്ത് ഫലപ്പെടുത്തിയിട്ടില്ല. ഈ ഭാഗം വീണ്ടും ഇടിഞ്ഞ് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പാലത്തിലെ വെള്ളക്കെട്ട് വൻ അപകട സാധ്യതയാണ് ഉണ്ടാക്കുന്നത്. കറുകുട്ടി മുതൽ കോതകുളങ്ങര വരെയുള്ള ഭാഗത്ത് യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താതെയും വികസന പ്രവർത്തനങ്ങൾ നടത്താതെയും ദേശീയപാത അതോറിറ്റി കാണിക്കുന്ന അവഗണന വൻ ദുരന്തങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. 4.24 കോടി രൂപ വില വരുന്ന 14.12 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് കൊച്ചി വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടിച്ചെടുത്തു. വിദേശത്ത് നിന്ന് കഞ്ചാവ് എത്തിച്ച മലപ്പുറം സ്വദേശി അമീൽ ആസാദ് അറസ്റ്റിലായി. ഇന്നലെ തായ് എയർവേസിൽ വിമാനത്തിൽ ബാങ്കോക്കിൽ നിന്നാണ് ഉണങ്ങിയ ഹൈബ്രിഡ് കഞ്ചാവ് കൊച്ചിയിൽ എത്തിച്ചത്. ചെക്ക് ഇൻ ബാഗിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. കിലോഗ്രാമിന് 30 ലക്ഷത്തോളം രൂപ വില വരും. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതെന്നും തനിക്ക് 1 ലക്ഷം രൂപ പ്രതിഫലം ഇടപാടുകാർ വാഗ്ദാനം ചെയ്തെന്നും ആമിൽ കസ്റ്റംസിനോട് വെളിപ്പെടുത്തി. കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു. നവംബർ ഡിസംബർ മാസങ്ങളിൽ മാത്രം 50 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് കൊച്ചി വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നത്. 15 കോടിയോളം രൂപ ഇതിന് വില വരും. നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് റോഡിൽ നിന്ന് 10 അടിയോളം താഴ്ചയിലേക്ക് തല കീഴായി മറിഞ്ഞുണ്ടായ അപകടത്തിൽ അതിഥി തൊഴിലാളി മരിച്ചു. ജീപ്പിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേറ്റു. ഒഡീഷ സ്വദേശി ഗോപി സുർജി നായികാണ് മരിച്ചത്. ജീപ്പ് ഡ്രൈവ് ചെയ്ത വാഴക്കുളം സ്വദേശി ഡൊമിനിക്, തൊഴിലാളികളായ ഒഡീഷ സ്വദേശിയായ മാജി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഡൊമിനിക്കിനെ വിദഗ്ധ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്ക് പരിക്കേറ്റ ലായി മാജിക് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്.
മംഗളവനം പക്ഷിസങ്കേതത്തിൽ ഗേറ്റിലെ ഇരുമ്പ് കമ്പി ശരീരത്തിൽ തുളച്ചു കയറി മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ തിരിച്ചറിഞ്ഞു. ജാർഖണ്ഡിലെ വെസ്റ്റ് സിംഗ്ഭൂം ജില്ലക്കാരനായ ബഹാദൂർ സെന്റിലാണ് മരിച്ചത്. കമ്പി നട്ടലിൽ തറച്ചു കയറിയാണ് മരണമെന്നാണ് പ്രാഥമിക നിഗമനം. മറ്റ് ദുരൂഹതകൾ ഉള്ളതായി സൂചനകളില്ലെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നും പോലീസ് പറഞ്ഞു. ബാനിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. നഗരത്തിൽ താൽക്കാലിക ടെന്റ് കെട്ടി താമസിച്ച് വിവിധ ജോലികൾ ചെയ്താണ് ബഹാദൂർ ജീവിച്ചിരുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കളമശ്ശേരി ശ്മശാനത്തിൽ സംസ്കരിക്കുന്നതിനായി വിട്ടുകൊടുത്തു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.